ഗൈസ്, അപ്പോൾ നമ്മുടെ കോഴിക്കോട് ടു ഇന്തോനേഷ്യയുടെ 40ാമത്തെ ദിവസമാണെന്ന്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ബാക്കോട്ട് നോക്കുമ്പോൾ 40 ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ കോഴിക്കോട് നിന്ന് നേരെ മുംബൈയിലോട്ട് ആണ് ട്രെയിൻ കയറിയത്. പിന്നെ നമ്മൾ നേരെ നാഗ്പൂർ പോയി. നാഗ്പൂർ ഒന്ന് വിസിറ്റ് ചെയ്തു, മുംബൈ ഒക്കെ ഒന്ന് വിസിറ്റ് ചെയ്തു. പിന്നെ നമ്മൾ നേരെ പോയത് കൽക്കട്ടയ്ക്കാണ്. കൽക്കട്ടയും കുറച്ച് ദിവസം വിസിറ്റ് ചെയ്തു. പിന്നെ നമ്മൾ നേരെ അലിപ്പൂർ പോയി. അലിപ്പൂരിൽ നിന്ന് ഭൂട്ടാൻ പോയി തിരിച്ചു വന്നു. പിന്നെ നാഗാലാൻഡ് പോയി, മണിപ്പൂർ പോയി. മണിപ്പൂർ നമ്മൾ മ്യാൻമാറിൽ കയറിയപ്പോൾ മ്യാൻമാർ നമ്മൾ തിരിച്ചു വിട്ടു. ശേഷം മണിപ്പൂർ ടു കൽക്കട്ടയിലേക്ക് ട്രെയിൻ കയറി വന്നു. പിന്നെ നമ്മൾ കൽക്കട്ടയിൽ നിന്ന് ബാങ്കോങ്ങിലേക്ക് ഫ്ലൈറ്റ് കയറി വന്നു. ഏകദേശം 8500 രൂപയാണ് എനിക്ക് ഫ്ലൈറ്റിന് കോസ്റ്റ് വന്നത്. സോ നമ്മൾ ബാങ്കോങ് ഒരു 1 വീക്ക് വിസിറ്റ് ചെയ്തു. പിന്നെ ബാങ്കോങ്ങിൽ നിന്ന് ലാവോസിൻ്റെ ക്യാപിറ്റലായ വിയൻഡയിലേക്ക് ട്രെയിനിൽ പോയി. പിന്നെ വിയൻഡയിൽ നിന്ന് വിയറ്റ്നാമിലേക്ക് ബസ്സിൽ വന്നു. അങ്ങനെ നമ്മൾ വിയറ്റ്നാമിലെത്തി. വിയറ്റ്നാമിൽ നമ്മൾ ട്രെയിൻ യൂസ് ചെയ്ത് ഹോച്ചിമിൻ സിറ്റി എത്തി. ഹോച്ചിമിൻ സിറ്റിയിൽ നിന്ന് കംബോഡിയയിലേക്ക് ബസ്സിൽ പോയി. പിന്നെ കംബോഡിയയിൽ നിന്ന് തായ്ലൻഡ് ബോർഡർ വരെ ബസ് പോയി, പക്ഷേ തിരിച്ചു വിട്ടു. പിന്നെ ഫെനോം സിറ്റിയിൽ നിന്ന് തന്നെ ഡയറക്റ്റ് നമ്മൾ ഫ്ലൈറ്റ് കയറി കോലാലംപൂരേക്ക് വന്നു. 40ാമത്തെ ദിവസം നമ്മൾ 7ാമത്തെ രാജ്യത്താണ് എത്തിയത്. ഇനി നമ്മൾ ഒരു കൺട്രിയെ വിസിറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ളൂ, ഇന്തോനേഷ്യ മാത്രം. ഞാനിപ്പോൾ ഇവിടെ എത്തി. അപ്പോൾ ഇനി മെട്രോയിൽ റൂമിലേക്ക് പോവാട്ടോ, ഹോസ്റ്റലിലേക്ക് പോവാട്ടോ. അപ്പോൾ ഇതിൽ എൻ്റെ വൈഫൈയിൽ എടുത്ത സിമ്മിലെ റേഞ്ച് കിട്ടുന്നില്ല തീരെ. ഞാൻ എന്നിട്ട് അവിടെ ഒരു ഷോപ്പിൽ കയറി അവരോട് വൈഫൈ വാങ്ങിയതാണ്. വൈഫൈ വാങ്ങിയിട്ട് ഇപ്പോൾ ലൊക്കേഷൻ ഇങ്ങനെ അടിച്ച് വെച്ച് ഇതിനി നെറ്റില്ലെങ്കിൽ ഇങ്ങനെ വർക്കാവും. എന്നിട്ടിപ്പോൾ നമ്മൾ ജസ്റ്റ് കൊച്ചിയിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നോർമലായിട്ട് ടിക്കറ്റ് യൂസ് ചെയ്യുക, എന്നിട്ട് കയറി പോകാൻ പറ്റും. കയറണം കേട്ടോ. നമ്മളെ ഡൽഹിയിലൊക്കെ പോലെ എറണാകുളം പോലെ ഈ പോലെ മാത്രമേ വരുന്നുള്ളൂ. ഇത് ഏകദേശം ഒന്ന് തമിഴൻസിൻ്റെ ഒക്കെ ഒരു ഗൾഫാന്ന് തോന്നുന്നു. ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട്. ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട്. പക്ഷെ ഇവരെന്തുകൊണ്ട് സിംഗപ്പൂർ പോകുന്നില്ല എന്ന് ഞാൻ കുറേ നോക്കിയത്. പക്ഷേ സിംഗപ്പൂർ ഇതാണ്, നല്ല എക്സ്പെൻസീവുമാണ്. പിന്നെ നമ്മൾ വിചാരിച്ച ആ ഒരു ശമ്പളം അവിടെ നിന്ന് കിട്ടിയത്. ഇൻ്റർനെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. ഒറ്റയ്ക്ക് തന്നെ ട്രാവൽ ചെയ്താലും വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഞാൻ പറയുന്നത് മാക്സിമം ക്യാഷ് ഇല്ലാത്തവരാണെങ്കിൽ ടാക്സി എടുക്കാൻ നിൽക്കരുത്. ടാക്സി എടുക്കുകയാണെങ്കിൽ നമ്മൾ കറക്റ്റ് സ്ഥലത്ത് എത്തിയല്ലോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. പക്ഷേ അതിന് നല്ലൊരു പേയ്മെൻറ്റ് ഡിഫറൻസ് വരും. ഇപ്പം ഞാൻ ഇവിടെ റൂമിൽ എത്തുന്നവരെ എനിക്ക് എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് ചാർജ് വരുന്നത് ജസ്റ്റ് ഒരു 20 റിങ്കറ്റ് അത്രേ ആവുന്നില്ല മാക്സിമം. ഓക്കെ, 20 ഇല്ല, 19 റിങ്കറ്റ് കൂട്ടിക്കോ. 19 റിങ്കറ്റേ ആവുന്നുള്ളൂ. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലൊരു 19 റിങ്കറ്റ് അങ്ങനെ തന്നെ പറയാം. നിങ്ങൾ കൂട്ടി വെക്കും. സെയിം ടൈമിൽ ഞാനിപ്പോൾ ഒരു ടാക്സി എടുത്ത് വന്നാൽ ആ സെയിം സ്ഥലത്ത് ഏകദേശം ഒരു 150 റിങ്കറ്റെങ്കിലും ആവും. അവരത്രയും വാങ്ങും. പിന്നെ മെട്രോ ചീപ്പാണ്, നമ്മുടെ കൊച്ചിയിലൊക്കെ ഉള്ള പോലെ തന്നെയാണ്. ഏകദേശം ഒരു 40 രൂപ വരും. 40 അല്ല, 35 രൂപ ഏറ്റവും മിനിമം ഇവിടെ വരും. നമ്മുടെ കൊച്ചിയിൽ 20-30 അല്ലേ വരുന്നത്. 20-30-40 അല്ലേ വരുന്നത്. ഇവിടെ ഏകദേശം ഒരു 4 സ്റ്റോപ്പൊക്കെ ഉണ്ടെങ്കിൽ ഏകദേശം ഒരു 35-40 രൂപയ്ക്ക് വരും. ഇവിടെ മെട്രോ വരുന്നുണ്ട് കേട്ടോ. വരട്ടെ, ഇങ്ങോട്ട് വരട്ടെ. ഞാനിപ്പോൾ മെട്രോ കയറിയതേ റൂട്ട് മാറിപ്പോയി. എന്നിട്ട് നേരെ ഇപ്പുറത്തെ പ്ലാറ്റ്ഫോമിലേക്ക് വന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോവുക. എന്നിട്ട് അവിടെ നിന്ന് മാറി കയറണം. ഞാൻ മെട്രോ വന്നപ്പോൾ ചാടി കയറി കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾക്ക് മലേഷ്യയിൽ കോലാലംപൂർ വരികയാണെങ്കിൽ ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്ത് ഒരുവിധം പെട്ട എല്ലാ സ്ഥലങ്ങളിലും ട്രാവൽ ചെയ്യാൻ പറ്റും. വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഗൂഗിൾ മാപ്പ് ഒന്ന് കറക്റ്റായിട്ട് നോക്കണം. ബസ് ഏതാണ്, ട്രെയിൻ ഏതാണ്, അതുപോലെ തന്നെ മെട്രോ ഏതാണെന്നുള്ള ഒരു ഐക്കൺ അതൊന്ന് കറക്റ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ മാക്സിമം നിങ്ങൾ ക്യാഷ് ഇല്ലാത്തവരാണെങ്കിൽ ടാക്സി വിളിക്കാതിരിക്കുക. ടാക്സി വിളിച്ചാൽ ഇനിയിപ്പോൾ നിങ്ങൾ ഗ്രൂപ്പായിട്ട് വരികയാണെങ്കിൽ ടാക്സി ആയിട്ടോ നല്ല, അത് അങ്ങനെ തന്നെ പറയും. കാര്യം ഒരു 4-5 ആൾക്കാരൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ടാക്സി ആയിട്ട് തന്നെ പോകാൻ പറ്റും. അല്ലാതെ ഇപ്പോൾ മെട്രോ യൂസ് ചെയ്യുകയാണെങ്കിൽ എക്സ്പെൻസ് ഒക്കെ കുറയും, പക്ഷേ നമുക്കൊരു വൈബ് കിട്ടൂല. അതാണ് മെയിൻ ഇഷ്യൂ. പിന്നെ ഇവിടെ ഏറ്റവും യൂസ്ഫുൾ ആകുന്നൊരു കാര്യമാണ് സിറ്റി ബസ് ടൂറുണ്ട്. അപ്പോൾ അത് ചെയ്യാൻ പറ്റും. ഞാൻ നാളെ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യും. എന്തായാലും ഞാനൊന്ന് കയറാൻ വിചാരിക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കയറിയില്ല. ഇപ്പോൾ ഹോസ്റ്റൽ ഇവിടെ അടുത്ത് തന്നെ കേട്ടോ. പക്ഷെ ഇവിടെ റെയിൽപാളുണ്ട്. റെയിൽവേ സ്റ്റേഷൻ ഉണ്ടോ പറഞ്ഞൂടെ. പിന്നെ വേറെ ഉണ്ടാവാൻ മതി. ഇപ്പോൾ ഞാൻ അവിടെ നേരത്തെ കണ്ട പോലെ തോന്നുന്നു. പിന്നെ നമ്മളെ ഹോസ്റ്റൽ ഇവിടെ അടുത്ത ഇടമാണ്. എന്തായാലും ഇനി മാപ്പ് നോക്കിയായിട്ട് പോവാം, വേറെ ഇല്ല. പിന്നെ ഇത് ഒരുപാട് അങ്ങനെ ഇതായ സ്ഥലമൊന്നുമല്ല കേട്ടോ. എന്താ പറയുക, ഭയങ്കര ആൾക്കാരുള്ള സ്ഥലമൊന്നുമല്ല, കുറവാണ്. ഇത് നല്ല സൈലൻ്റ് ആയിട്ടുള്ള ഏരിയ പോലെ തോന്നുന്നു. കറക്റ്റ് ഇതാവുന്നില്ല, പിടിക്കുന്നില്ല.
ഇതുണ്ടോ, ഇത് മലേഷ്യ സിറ്റി ആട്ടോ, ഒരു മനുഷ്യൻ പോലും ഇല്ല. ചിലപ്പോൾ രാത്രി ആകുന്നേരം നല്ലോണം ആക്റ്റീവ് ആകാൻ മതി എല്ലാവരും. ട്രാൻസ്പോർട്ടേഷൻ അടിപൊളിയാണ്, ട്രെയിൻ ആണെങ്കിലും അതുപോലെ മെട്രോ ആണെങ്കിലൊക്കെ അടുത്തടുത്ത് തന്നെ ഉണ്ട്. പക്ഷേ മാർക്കറ്റൊന്നും കണ്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ താമസിച്ച് കറക്റ്റ് ഒരു മാർക്കറ്റിൻ്റെ നടുക്കായിരുന്നു, അതിലുള്ളൊരു ഹോസ്റ്റലിലായിരുന്നു. മാത്രമല്ല അതിന് ചുറ്റും എന്താ പറയുക, ബസ് അവൈലബിലിറ്റി അങ്ങനത്തെ ഒന്നുമില്ല, പക്ഷേ വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല സ്പോട്ട് ഉണ്ടായിരുന്നു. ചിലപ്പോൾ ഞാൻ 2 ദിവസത്തേക്ക് എടുക്കും കേട്ടോ. പിന്നെ ആവശ്യം ഉണ്ടെങ്കിൽ വേറെ അങ്ങോട്ടെങ്കിലും പോകും, അല്ലെങ്കിൽ നേരെ ഇവിടെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടല്ലോ, ട്രെയിൻ കയറി സിംഗപ്പൂർ ബോർഡറിൻ്റെ അടുത്ത് പോവുക. അല്ലെങ്കിൽ സിംഗപ്പൂർ വിസ കിട്ടിയില്ല ഇതുവരെ, അതാണ് മെയിൻ പ്രശ്നം. അറ്റ്ലീസ്റ്റ് വിസ കിട്ടുന്ന ഇവരെങ്കിലും ചിലപ്പോൾ ഇവിടെ കണ്ടി. ഇതൊക്കെ ഇതുപോലെ ആരെങ്കിലും ജോലി നോക്കാൻ വന്നാലുള്ള അവസ്ഥ എന്തായിരിക്കും? അല്ല, ഈ മലേഷ്യ തന്നെ ആവണമെന്നല്ല, UK അല്ലെങ്കിൽ ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ ഇങ്ങനത്തെ കൺട്രീസൊക്കെ പോവുകയാണെങ്കിൽ ഏതെങ്കിലും മനുഷ്യന്മാരെ കണ്ടാലല്ലേ ജോലി തരുമെന്ന് ചോദിക്കൂ. അങ്ങനെ 10 ആൾക്കാരെങ്കിലും കണ്ടാൽ ഒരാൾ ഇൻട്രസ്റ്റ് കാണിക്കും, ഓക്കെ ഞാൻ തരാമെന്നുള്ള കേസ് പറയൂ. ഇവിടെ കുറേ ഷോപ്പ് സ്പേസ് റെൻറ്റിന് കൊടുക്കാണ്ട് കേട്ടോ, പക്ഷെ നമുക്ക് ആവശ്യമില്ല, ഉപയോഗപ്പെടില്ല. എന്താ സംഭവം? നാഷണൽ കോളേജ്, അത് ഇവിടാണ്. അത് ശരി, കോളേജിൻ്റെ അടുത്താണ്. ഇപ്പം മിക്കവാറും സ്റ്റുഡൻസോ അല്ലെങ്കിൽ വല്ല പാരൻസോ കൂടെ താമസിക്കാനുണ്ടാവും കേട്ടോ. ഇവിടെ ഇടമാണെന്ന് തോന്നുന്നു ഹോസ്റ്റല്. ഒരു 50 മീറ്ററും കൂടെ ഒക്കെ നടക്കാനല്ലോ, പക്ഷേ കാണുന്നില്ല ലൊക്കേഷൻ. കിട്ടിട്ടോ, ചെറിയ ഓഫീസാണ്, പെട്ടെന്ന് കാണുകയില്ല. എന്തായാലും നോക്കാം. ഒരു മനുഷ്യൻ പേടി പറഞ്ഞില്ലല്ലോ ഇവിടെ കേട്ടോ, അതാണ് കാണാൻ. ഗൈസ്, അപ്പോൾ റൂം കിട്ടിയിട്ടോ. റൂം നല്ല വൃത്തിയുള്ള റൂമാണ്, പേയ്മെൻറ്റും കുറവാണ്, വലിയ പൈസയൊന്നുമില്ല. പിന്നെ ഇതിൽ ഡോമെട്രി ആണ്, പക്ഷേ 4 പേരുണ്ട് ഇവിടെ. പക്ഷേ ഇപ്പോൾ തൽക്കാലം ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരെയും കാണുന്നില്ല. ഒരാളവിടെ ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷേ മൂപ്പരെ കാണുന്നില്ല. പിന്നെ ഇതെല്ലാം കൊണ്ട് ഓക്കെയാണ്, നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. അവിടെ ചാർജ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. പിന്നെ ബെഡ് കിട്ടും, AC ആണ്. അതുപോലെ വേറെന്താ, പിന്നെ നമുക്ക് ഇത് ബാഗ് ലോക്ക് ചെയ്യാൻ പറ്റും. അതിപ്പോൾ ഓക്കെ, അവർ കീ ഒക്കെ തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും കയറി വരാൻ പറ്റും, അതിനൊന്നും പ്രശ്നമില്ല. കാര്യം ഇത് ഡോർ എപ്പോഴും ക്ലോസ് ആയിരിക്കും. നമ്മൾ ഓപ്പൺ ആക്കണമെങ്കിൽ ഓപ്പൺ ആക്കണമെങ്കിൽ ഈ ഒരു ഇതില്ലേ, ഇതൊരു ഡിറ്റക്ടറാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഓപ്പൺ ആക്കാനും പറ്റും. സോ എല്ലാം കൊണ്ടും ഓക്കെയാണ്. ഞാൻ എന്തായാലും ബെഡിലെത്തിയിട്ടോ. അപ്പോൾ റൂമിന് കോസ്റ്റ് വരുന്നത് ഏകദേശം 30 റിങ്കറ്റ് ആട്ടോ. ഒരു ദിവസത്തേക്ക് 30 റിങ്കറ്റാണ്. 2 ദിവസത്തേക്ക് 60 റിങ്കറ്റാണ് കോസ്റ്റ് വരുന്നത്. ഒരു റിങ്കറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം നമ്മുടെ നാട്ടിലെ 18 രൂപയോളം വരും. അപ്പോൾ ഇൻറ്റു 30 നിങ്ങളൊന്ന് ഇൻറ്റു 60 നിങ്ങളൊന്ന് കൂട്ടി നോക്ക്, ഏകദേശം ഒരു 1000 റുപ്പീസിൻ്റെ മുകളിൽ പോകും. പക്ഷേ 1000 to 100 ആ ഒരു റേഞ്ചിലൊക്കെ കോസ്റ്റ് വരാൻ ചാൻസ് ഉള്ളൂ 2 ദിവസത്തേക്ക്. ഞാൻ പിന്നെ ഈ ഒരു റൂം തന്നെ എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കിവിടെ കുറച്ച് വർക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് കുറച്ചൊന്ന് പ്രൈവസി വേണം. ഇപ്പോൾ 4 പേരാണെങ്കിൽ ഓക്കെ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഓക്കെയാണ്. പക്ഷേ ഞാൻ ഇവിടെയൊക്കെ നിന്ന് കണ്ടില്ലേ, മറ്റേ ലാവോസിലൊക്കെ ഏകദേശം 12 പേരൊക്കെ ഉണ്ടായിരുന്നു. ദുബായിലൊക്കെ നിന്ന സമയത്ത് 16 പേരുണ്ടായിരുന്നു മറ്റേ ടൈമിൽ റൂമിൽ. അതൊന്നും നമുക്ക് ഒരു വർക്കും നടക്കില്ല. പക്ഷെ ഇത് ശാന്തമാണ്, പീസ്ഫുള്ളാണ്. രണ്ടൊന്നല്ലേ. പിന്നെ എല്ലാം കൊണ്ടും ഓക്കെയാണ്, നല്ല വൃത്തിയുണ്ട്, നല്ല അടിപൊളി കസ്റ്റമർ സർവീസുമാണ്. പിന്നെ ഇത് ഒരു ടൗൺ ഏരിയ അല്ല, സോ നമുക്ക് വീഡിയോസൊക്കെ ഉണ്ടാക്കാൻ ഒരു കുഴപ്പമില്ല. പിന്നെ ഇവിടെ വാഷ് അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ വാഷിംഗ് മെഷീൻ ആ സംഭവമൊക്കെ ഉണ്ട്. പിന്നെ ഫ്രിഡ്ജുണ്ട്, എന്തെങ്കിലും വേണമെങ്കിൽ നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കാം. കുക്ക് ചെയ്യാൻ അല്ല, തണുപ്പിച്ച് കഴിക്കാം. പിന്നെ ഓവനുണ്ട്. പിന്നെ ഇത് ഫ്രീ ആട്ടോ, വെള്ളം ഫ്രീ ആണ്. കംബോഡിയ എന്നൊക്കെ ഫുള്ള് നമ്മൾ സെപ്പറേറ്റ് വെള്ളം വാങ്ങിയതല്ലേ. പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കുകയും ചെയ്യാം കേട്ടോ. ഇപ്പോൾ ജ്യൂസോ അല്ലെങ്കിൽ കോഫിയോ അങ്ങനെയൊക്കെ ആണെങ്കിൽ അതും ചെയ്യാം. കാര്യം ഇതൊക്കെ നമ്മൾ ക്യാഷ് കൊടുത്ത് വാങ്ങുന്നതാണ്. അപ്പോൾ ഇവിടെ അത്രയും ഒരു ഇത് ഇല്ല, എന്താ പറയുക, ഇങ്ങനെ കുറേ പൈസ നമുക്ക് ലാഭിക്കാൻ പറ്റും. പിന്നെ വാഷ് ബേസാണ്, ടോയ്ലറ്റാണ്. ടോയ്ലറ്റൊക്കെ പക്കാ നീറ്റാട്ടോ, ഒരു കുഴപ്പമില്ല. ഗേൾസിൻ്റെ ആണെങ്കിൽ ഫീമെയിലിൻ്റെ ആണല്ലോ, മെൻ നോട്ട് അലൗഡ്. നമുക്ക് അപ്പുറത്തുണ്ടാവും വേറെ.